കണ്ണീര് ശാപം അതൊക്കെ ബാലിശമായ എന്തോ അവിടെ നമ്മൾ ഇതിനകത്ത് സീരിയലിലും സിനിമയിലൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വാക്കുകളാണ്. അതൊന്നുമല്ല. പക്ഷേ ഒരു അവൈലബിൾ കമ്മിറ്റി കൂടിയല്ല ദിലീപിനെ പുറത്താക്കിയെന്നുള്ളത് ഒരു സത്യമാണ്. പെട്ടെന്ന് ഈ നിങ്ങൾ ഉൾപ്പെടുന്ന, ഞാൻ വ്യക്തിപരമായിട്ട് ന്യൂസിനെ പറയാമല്ല, പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടുന്ന ദൃശ്യമാധ്യമ ആൾക്കാരുടെ അന്നത്തെ വല്ലാത്തൊരു പ്രഷറിനിടയിൽ ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് പുറത്താക്കിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് കോടതിയിൽ നിന്ന് തന്നെ കുറ്റവിമുക്തനായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി അദ്ദേഹം തിരിച്ചു വരണോ എന്ന് ആദ്യം അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഇനി തിരിച്ചു വരാനുണ്ടെങ്കിൽ അതിനുള്ള വേദി, അതിനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് തിരിച്ച് അദ്ദേഹം വരിക വേണം. എൻ്റെ ബലമായ ആഗ്രഹം എന്തായിരിക്കും എന്നുള്ളത്, ഈ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ഈ സിനിമാ സംഘടനയിൽ നിന്ന് പോയി സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹം തിരിച്ചു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വരണം വേണ്ടെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്, ദിലീപ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞോ വേണ്ടയോ, എന്നോട് അദ്ദേഹത്തിന് തോന്നിക്കൂടെ അദ്ദേഹത്തിനോട് കാണിച്ചത് നീതിയായ കാര്യമല്ല. കാരണം അവൈലബിൾ കോറം പോലും തയ്യാണ്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയ തീരുമാനം എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കൂടെ അദ്ദേഹത്തിനോട് കാണിച്ചത് നീതികേടായിട്ട് അദ്ദേഹത്തിന് തോന്നിക്കൂടെ? തോന്നാം. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത സ്വാഭാവികമായി മേൽക്കോടതിയൊക്കെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണോ? അല്ല പോട്ടെ, ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാണോ? ഇനി വീണ്ടും മേൽക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി ഇത് തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇനി അതുവരെ ആ ഒരു വെർഡിക്റ്റും കൂടെ വരാൻ വേണ്ടിയിട്ട് ദിലീപ് കാത്തു നിൽക്കുന്നതാണെങ്കിലോ, അവിടെ നിന്നും കൂടെ ഇനി അതിനപ്പുറം ഇനിയൊരു കോടതിയില്ലല്ലോ, അതിനു വേണ്ടി ആകാം. ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി, ആ കുട്ടിയുടെ വേദനയും കാണാതെ പോകരുത്. ആ കുട്ടിയും ഈ അന്നത്തെ എന്തോ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടിലാണ് ഇത് വിട്ടു പോകുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ സംസാരത്തിൽ കൂടി ഒരുമിച്ചിരുത്തി സംസാരിച്ചെല്ലാം തീർക്കാവുന്ന പ്രശ്നങ്ങളായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ എടുത്തുചാട്ടം എല്ലാവരിലും ഒരു പരിധിക്കപ്പുറം കാണുന്നുണ്ട്. ആ എടുത്തുചാട്ടങ്ങളാണ് പലരെയും പല വഴിക്കോട്ട് നയിക്കുന്നതെന്നുള്ളതാണ്, അല്ലെങ്കിൽ നയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പറയാം, ഇപ്പം ഒരുപാട് വർഷങ്ങൾ വരാതിരുന്നിട്ട് ഞാൻ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ സലീം കുമാറിനെ, ഇപ്പം അനശ്വരനായ സലീം കുമാറിനെ ഞാൻ കണ്ടു. എത്രയോ വർഷങ്ങൾ അദ്ദേഹം അമ്മയിലോട്ട് വന്നില്ലെന്നറിയുമോ? ചെറിയ ഇതുപോലെ ഒരു തെറ്റിദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പം അദ്ദേഹം പക്ഷേ പിന്നെ വന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു മനുഷ്യനല്ലാണ്ട് വേറെ മൃഗങ്ങളുടെ അടുത്ത് നമുക്ക് പറയാൻ ഒക്കില്ല. ഒരു മനുഷ്യനല്ലേ ക്ഷമിക്കാനും ഒക്കെ സഹിക്കാനും ഒക്കെ പറ്റുള്ളൂ. അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ട് അമ്മയ്ക്ക് നല്ലൊരു എനർജി ആയിട്ട് ഇപ്പോൾ ഈ 2 വർഷം നയിക്കട്ടെ. ആ 2 വർഷം നയിച്ചതിന് ശേഷം ഉറപ്പായിട്ടും ഒരു ഇലക്ഷൻ വരും. അതിനകത്ത് വീണ്ടും ഇവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇവർ തന്നെ നയിക്കട്ടെ, അല്ലെങ്കിൽ നല്ല കഴിവുള്ളവർ വരട്ടെ, അമ്മ സ്ട്രോങ് ആയിട്ട് പോകട്ടെ. അമ്മ നിൽക്കുന്നത് അമ്മയ്ക്കും അമ്മയുടെ സംഘടനയിൽ വിശ്വസിക്കുന്ന അമ്മയുടെ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ വീണ്ടും ആണയിട്ട് പറയട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.